ഹായ് ഡിയേഴ്സ്, വെൽക്കം ബാക്ക് ടു സൈലം ലേണിംഗ് വിത്ത് ലമസ് ആണ്. സോ എന്തായി നമ്മുടെ ക്രിസ്മസ് പരീക്ഷയ്ക്ക് വേണ്ടിയിട്ടുള്ള പ്രിപ്പറേഷൻ? ആസിഡ്, ബേസ് ആൻഡ് സാൾട്ട് ഒരു പുതിയൊരു ടോപ്പിക് ആണ് അല്ലേ. അപ്പോൾ ഇതിലെ കുറച്ച് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ചോദ്യങ്ങൾ മിസ് കൊണ്ടുവന്നിട്ടുണ്ട്. സമയം കളയാതെ നമുക്ക് ചോദ്യങ്ങൾ നോക്കിയാലോ. ഒന്നാമത്തെ ചോദ്യം, വാട്ട് ഈസ് ദ വാല്യൂ ഓഫ് pH ഓഫ് വാട്ടർ? വെള്ളത്തിന്റെ pH മൂല്യം എത്രയാണ്? അപ്പോൾ ഒന്നെങ്കിൽ ഒരു സബ്സ്റ്റൻസ് ആസിഡ് ആകാം, അല്ലെങ്കിൽ ബേസ് ആകാം, അല്ലെങ്കിൽ ന്യൂട്രൽ ആകാം, നിർവീര്യമാകാം. നമ്മൾ കുടിക്കുക വെള്ളം എന്ന് പറയുന്നത് ആസിഡ് ആണോ, ബേസ് ആണോ, അതോ ന്യൂട്രൽ ആണോ? ന്യൂട്രൽ ആണ്. അതുകൊണ്ടല്ലേ നമുക്ക് കുടിക്കാൻ പറ്റുന്നത്, അല്ലെങ്കിൽ നമ്മൾ വടിയായി പോകില്ലേ. സോ ഒരു ന്യൂട്രൽ സൊല്യൂഷന്റെ pH എന്ന് പറയുന്നത് എപ്പോഴും 7 ആയിരിക്കും കേട്ടോ. ഒരു നിർവീര്യ ലായനിയുടെ pH എപ്പോഴും 7 ആയിരിക്കും. ഇനി വിച്ച് ആസിഡ് ഇസ് പ്രസന്റ് ഇൻ ടാമറിൻഡ്? പുളിയിൽ അടങ്ങിയിട്ടുള്ള ആസിഡ് ഏതാണെന്നാണ്? പുളിയിൽ അടങ്ങിയിട്ടുള്ള ആസിഡ് ആണ് ടാർട്ടാറിക് ആസിഡ്. അപ്പോൾ ഓക്സാലിക് ആസിഡിനെ നമുക്ക് എവിടെ കാണാൻ സാധിക്കുക? ഓക്സാലിക് ആസിഡിനെ നമുക്ക് കാണാൻ സാധിക്കുന്നത് ടൊമാറ്റോ അല്ലെങ്കിൽ തക്കാളിയിൽ കാണപ്പെടുന്ന ആസിഡാണ് കേട്ടോ. അസറ്റിക് ആസിഡ് എവിടെയാണ് കാണപ്പെടുക? അസറ്റിക് ആസിഡിനെ നമുക്ക് കാണാൻ സാധിക്കുന്നത് വിനേഗർ അഥവാ വിനാഗിരിയിൽ കാണപ്പെടുന്ന ആസിഡാണ് അസറ്റിക് ആസിഡ്. സിട്രിക് ആസിഡ് എവിടെയാണ് കാണപ്പെടുക? സിട്രിക് ആസിഡ് എന്ന് പറയുന്നത് നമ്മുടെ ലെമൺ, ഓറഞ്ച് ഇതിലൊക്കെ കാണപ്പെടുന്ന ആസിഡാണ് കേട്ടോ. നാരങ്ങ, ഓറഞ്ച് ഇതിലൊക്കെ കാണപ്പെടുന്ന ആസിഡാണ് സിട്രിക് ആസിഡ്. ഇനി ആപ്പിളിൽ കാണപ്പെടുന്ന ഒരു ആസിഡ് ഉണ്ട്. ആപ്പിളിൽ കാണപ്പെടുന്ന ഒരു ആസിഡാണ് മാലിക് ആസിഡ് എന്ന് വിളിക്കാം. ഓക്കെ, മാലിക് ആസിഡ് എന്ന് നമുക്ക് പറയാം. ഇനി കേർഡ്, മിൽക്ക് ഇതിലൊക്കെ കാണപ്പെടുന്നത്, നമ്മുടെ തൈര്, മോര്, പാല് ഇതിലൊക്കെ കാണപ്പെടുന്ന ആസിഡ് ഏതാ? ലാക്റ്റിക് ആസിഡ് ആണ് കേട്ടോ. ലാക്റ്റിക് ആസിഡ്. ബീ സ്റ്റിങ്, ആൻഡ് സ്റ്റിങ്, അതായത് തേനീച്ച കുത്തുന്ന, ഉറുമ്പ് കടിക്കുന്ന അതിലൊക്കെ ഉള്ള ആസിഡ് ഏതാ? അത് മെഥനോയിക് ആസിഡ് അല്ലെങ്കിൽ ഫോമിക് ആസിഡ്. രണ്ടും ഒരാളാണ്. ഫോമിക് ആസിഡ് എന്ന് പറഞ്ഞാലും മെഥനോയിക് ആസിഡ് എന്ന് പറഞ്ഞാലും ഒരേ ആളാണ്, ഓർത്ത് വെക്കുക. അടുത്ത ചോദ്യം, ദ pH ഓഫ് എ സാമ്പിൾ ഓഫ് വെജിറ്റബിൾ സൂപ്പ് വാസ് ഫൗണ്ട് ടു ബി 6.5. Predicts its nature. How is this soup likely to taste? ഒരു പച്ചക്കറി സൂപ്പ് ഉണ്ട്, 6.5 ആണ് pH. സ്വഭാവം പ്രവചിക്കണം, സൂപ്പിന്റെ രുചി എങ്ങനെയായിരിക്കും? മക്കളെ, നിങ്ങൾ കൃത്യമായിട്ട് pH മൂല്യം അറിഞ്ഞിരിക്കണം. ഒരു സൊല്യൂഷന്റെ pH 7 ആണ് എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം ആ സൊല്യൂഷൻ ന്യൂട്രൽ സൊല്യൂഷൻ ആയിരിക്കും, അല്ലെങ്കിൽ നിർവീര്യ ലായനി ആയിരിക്കും. ഇനി ഒരു സൊല്യൂഷന്റെ pH ലെസ് ദാൻ 7 ആണ് എന്ന് വിചാരിക്കുക. 7-നെക്കാട്ടിലും കുറവാണെങ്കിൽ മക്കളെ, ആ സൊല്യൂഷൻ എന്ന് പറയുന്നത് ഒരു അസിഡിക് സൊല്യൂഷൻ ആയിരിക്കും കേട്ടോ. pH എന്ന് പറയുന്നത് എപ്പോഴും അസിഡിക് സ്വഭാവമുള്ള ആളായിരിക്കും. ഓക്കെ, ഇനി അതല്ല, ഒരു സൊല്യൂഷന്റെ pH 7-നെക്കാട്ടിലും കൂടുതലാണ് എങ്കിൽ മക്കളെ, pH 7-നെക്കാട്ടിൽ കൂടുതലാണെങ്കിൽ അപ്പോൾ ഏതായിരിക്കും? pH 7 ആണെങ്കിൽ ന്യൂട്രൽ, 7-നെക്കാട്ടിലും കുറവാണെങ്കിൽ ആസിഡ്. അപ്പോൾ 7-നെക്കാട്ടിലും കൂടുതലാണെങ്കിൽ, pH 7-നെക്കാട്ടിലും കൂടുതലാണെങ്കിൽ അതൊരു ബേസിക് സൊല്യൂഷൻ ആയിരിക്കും കേട്ടോ. ബേസിക് ലായനി ആയിരിക്കും. അപ്പോൾ ഇവിടെ എന്താ പറഞ്ഞിട്ടുള്ളത്? pH എന്ന് പറയുന്നത് 6.5 ആണ്, 6.5 ആണ്. അങ്ങനെയാണെങ്കിൽ ഈ സൊല്യൂഷൻ ഏത് നേച്ചറുള്ള ആളായിരിക്കും മക്കളെ? ഈ സൊല്യൂഷൻ എന്ന് പറയുന്നത് ഒരു ആസിഡ് ആയിരിക്കും. നമ്മൾ കണ്ടില്ലേ, pH 7-നെക്കാട്ടിലും കുറഞ്ഞാൽ അത് ആസിഡാണ്. 6.5 എന്ന് പറയുമ്പോൾ 7-നെക്കാട്ടിലും കുറവാണ് അല്ലേ. അപ്പോൾ അവിടെയുള്ളത് ഒരു ആസിഡാണ്. ഇനി രുചി എങ്ങനെയായിരിക്കും? ആസിഡ്സ് എന്ന് പറഞ്ഞാൽ പൊതുവെ എന്ത് രുചിയാ? ബിറ്റർ ആണോ, സോർ ആണോ? സോർ ടേസ്റ്റ് ഉള്ളവരായിരിക്കും അല്ലേ. സോർ ടേസ്റ്റ് അഥവാ പുളി രുചിയായിരിക്കും ഇതിനുണ്ടാവുക. ആസിഡ്സിനെല്ലാം തന്നെ പുളി രുചിയുള്ള ആൾക്കാരാണ്. പിന്നെ ആസിഡ്സിന്റെ എന്തൊക്കെ കാര്യങ്ങൾ പറയാം? ആസിഡ്സ് സോർ ടേസ്റ്റ് ഉണ്ട്, പിന്നെ ബ്ലൂ ലിറ്റ്മസിനെ റെഡ് കളറാക്കി മാറ്റുന്നു, പിന്നെ ഹൈഡ്രജൻ അയോൺസിനെ, H+ അയോൺസിനെ റിലീസ് ചെയ്യുന്നു. ബേസുകളോ അവർക്ക് ബിറ്റർ ടേസ്റ്റ് ആണ് അല്ലെ, കയ്പ് രുചിയാണ്, ആൽക്കലൈൻ നേച്ചർ, വഴുവഴുപ്പുള്ളവരാണ്. റെഡ് ലിറ്റ്മസിനെ ബ്ലൂ കളറാക്കി മാറ്റുന്നവരാണ്. ഹൈഡ്രോക്സൈഡ് അയോൺസ് അല്ലെങ്കിൽ OH- അയോൺസിനെ റിലീസ് ചെയ്യുന്നവരാണ് bases. അടുത്ത ചോദ്യം, റൈറ്റ് ദ കെമിക്കൽ ഇക്വേഷൻ ഫോർ ദ റിയാക്ഷൻ ബിറ്റ്വീൻ NaOH ആൻഡ് HCl സൊല്യൂഷൻ. ഐഡന്റിഫൈ ദ സോൾട്ട് ഫോംഡ്. മക്കളെ, സോഡിയം ഹൈഡ്രോക്സൈഡും ഹൈഡ്രോക്ലോറിക് ആസിഡ് ലായനിയും തമ്മിലുള്ള പ്രതിപ്രവർത്തനത്തിന്റെ രാസസമവാക്യം എഴുതുക. രൂപം കൊള്ളുന്ന ലവണം തിരിച്ചറിയുക. അപ്പൊ NaOH നമുക്ക് എടുക്കാം, HCl ആണ് ആസിഡ്. അപ്പോൾ
എൻ്റെ യോധ ബാച്ചിലുള്ള കുഞ്ഞുങ്ങൾക്ക് കൃത്യമായിട്ട് ഇതേപോലെയുള്ള ആസിഡും ബേസും തമ്മിലുള്ള റിയാക്ഷൻ എഴുതാൻ മിസ് പഠിപ്പിച്ചു കൊടുത്തിട്ടുണ്ട്. നിങ്ങൾക്ക് ഇനി പഠിക്കണമെന്ന് ആഗ്രഹം ഉണ്ടെങ്കിൽ നമ്മുടെ യോധ ബാച്ചിലേക്ക് പോരെ താഴെ കാണുന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്താൽ മതി. സോ ഒരു ആസിഡും ബേസും റിയാക്ട് ചെയ്താൽ അത്തരം റിയാക്ഷൻസിനെ നമ്മൾ ന്യൂട്രലൈസേഷൻ റിയാക്ഷൻസ് അല്ല നിർവീര്യീകരണ പ്രവർത്തനം എന്നാണ് പറയുന്നത്. അവിടെ സോൾട്ടും വാട്ടറും ലവണവും ജലവുമാണ് നമുക്ക് പ്രോഡക്റ്റ് ആയിട്ട് കിട്ടുന്നത്. അപ്പം എങ്ങനെയാണ് സോൾട്ടിനെ എഴുതുക? ഭയങ്കര സിമ്പിളാണ്. അതായത് ആസിഡിലെ എച്ചും ഓക്കെ ആസിഡിലെ ഹൈഡ്രജനും ബേസിലെ OHും കൂടെ റിയാക്ട് ചെയ്തിട്ടാണ് വാട്ടർ ആയിട്ട് മാറുന്നത്. ഓക്കെ ആസിഡിലെ ഹൈഡ്രജനും ബേസിലെ OHും കൂടെ ചേർന്ന് എച്ചും OHും കൂടെ ചേർന്നിട്ട് വാട്ടർ മോളിക്യൂളായിട്ട് മാറും. ഓക്കെ ഇനി ആരൊക്കെയാ ബാക്കിയുള്ളത്? ബേസിലെ സോഡിയവും ആസിഡിലെ ക്ലോറിനും ഇവിടെ ഉണ്ട്. അവർ തമ്മിലാണ് ഇനി റിയാക്ഷൻ നടക്കാൻ പോകുന്നത്. അവർ തമ്മിൽ റിയാക്ട് ചെയ്താൽ NaCl ആയിട്ട് മാറും. ക്ലിയർ ആയോ? അപ്പോൾ ആസിഡും ബേസും റിയാക്ട് ചെയ്യുമ്പോൾ ആസിഡിലെ ഹൈഡ്രജനും ബേസിലെ ഹൈഡ്രോക്സൈഡ് അയണും തമ്മിൽ റിയാക്ട് ചെയ്ത് വാട്ടർ മോളിക്യൂള് പുറത്തേക്ക് പോകും. ബാക്കിയുള്ളവർ തമ്മിൽ റിയാക്ട് ചെയ്തിട്ട് സോൾട്ട് ആയിട്ട് മാറും. അപ്പോൾ ഇവിടെ ഉണ്ടാവുന്ന സോൾട്ട് എന്ന് പറയുന്നത് NaCl ആണ് കേട്ടോ. അപ്പോൾ ഇവിടെ ഉണ്ടാവുന്ന സോൾട്ട് അഥവാ ലവണം എന്ന് പറയുന്നത് NaCl അഥവാ സോഡിയം ക്ലോറൈഡ് ആണ്. സെറ്റ് അല്ലേ? യെസ്. ലാസ്റ്റ് ക്വസ്റ്റ്യൻ. പട്ടിക പൂർത്തിയാക്കണം. സോൾട്ട് ഉണ്ട്, ആസിഡ് ഉണ്ട്, ബേസ് ഉണ്ട്. ഓക്കെ അപ്പോൾ കാൽഷ്യം സൾഫേറ്റ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു സോൾട്ട് ഉണ്ട്. അതിൻ്റെ ആസിഡിനെയും ബേസിനെയും തിരിച്ചറിയാനാണ്. അപ്പോൾ മക്കളെ എപ്പോഴും ഓർത്ത് വെക്കുക, പോസിറ്റീവ് പാർട്ട് വരുന്നത് പിന്നെ ബേസിൽ നിന്നും, അതേപോലെ നെഗറ്റീവ് പാർട്ട് വരുന്നത് എപ്പോഴും സോൾട്ടിൽ ആസിഡിൽ നിന്നുമായിരിക്കും. അപ്പോൾ കാൽഷ്യം സൾഫേറ്റ് ആണ്. അപ്പോൾ ഓൾറെഡി തന്നിട്ടുണ്ട് കാൽഷ്യം ഹൈഡ്രോക്സൈഡ് ആണ് ബേസ്, അതിൽ നിന്നാണ് കാൽഷ്യം വന്നിട്ടുള്ളത് അല്ലേ. അപ്പോൾ ഇനി സൾഫേറ്റ് എന്ന് പറയുന്ന നെഗറ്റീവ് പാർട്ടാണ് നമുക്ക് ആസിഡിൽ നിന്ന് കിട്ടേണ്ടത്. സൾഫേറ്റ് ഉള്ള ആസിഡ് ഏതാണ്? അത് H2SO4 അഥവാ സൾഫ്യൂരിക് ആസിഡ് ആണ്. ഇനി അടുത്തതുണ്ട്, നോക്കിക്കേ. സൾഫ്യൂരിക് ആസിഡ് മഗ്നീഷ്യം ഹൈഡ്രോക്സൈഡ് തമ്മിൽ റിയാക്ട് ചെയ്യുന്ന സോൾട്ടിനെ പറയാനാണ്. സിമ്പിൾ ആണ്, നമുക്ക് എഴുതാം. എങ്ങനെയാണ് നമ്മൾ പ്രോഡക്റ്റ് എങ്ങനെയാ ചെയ്യുക? പഠിപ്പിച്ചു തന്നില്ലേ? ആസിഡിലെ ഹൈഡ്രജൻ ബേസിലെ ഹൈഡ്രോക്സൈഡ് അയോൺ OH- ഇവർ തമ്മിൽ റിയാക്ട് ചെയ്ത് വാട്ടർ ആയിട്ട് മാറും. ബാക്കിയുള്ളവർ കമ്പൈൻ ചെയ്തിട്ടാണ് സോൾട്ട് കിട്ടുന്നത്. അപ്പോൾ ഇവിടെ ബേസിലെ മഗ്നീഷ്യം ഉണ്ട്, ആസിഡിലെ SO4 ഉണ്ട്. ആദ്യം ആരെ എഴുതേണ്ടത്? പോസിറ്റീവ് ചാർജുള്ള ആളെ ആദ്യം എഴുതാൻ ശ്രദ്ധിക്കുക, അല്ലെങ്കിൽ ബേസിൽ നിന്ന് വരുന്ന ആളെ ആദ്യം എഴുതാൻ ശ്രദ്ധിക്കുക. ഇവിടെ ബേസിൽ നിന്ന് വരുന്നത് മഗ്നീഷ്യമാണ്. സോ മഗ്നീഷ്യത്തെ നമ്മൾ ആദ്യം എഴുതുന്നു. ആസിഡിൽ നിന്ന് വരുന്നത് സൾഫേറ്റ് ആണ്. സൾഫേറ്റിനെ രണ്ടാമത് എഴുതുന്നു. സോ മഗ്നീഷ്യം സൾഫേറ്റ് അഥവാ MgSO4 ആണ് ഇവിടുത്തെ സോൾട്ട്. ഇനി അടുത്ത് നോക്കിക്കോ, ഇതിലെ ബേസിനെ പ്രെഡിക്റ്റ് ചെയ്യണം. സോഡിയം ക്ലോറൈഡ് ആണ് നമ്മുടെ സോൾട്ട്. ആസിഡ് എന്ന് പറയുന്നത് HCl ആണ്. സോ ബേസ് ഏതാണ് എന്ന് ഇത് നിങ്ങൾക്കുള്ള ഡ്യൂട്ടിയാണ്. ബേസ് ഏതാണെന്ന് നിങ്ങൾ എല്ലാവരും താഴെ കമൻറ്റ് ബോക്സിൽ കമൻറ്റ് ചെയ്യുക. അപ്പോൾ മക്കളെ എക്സാം തൊട്ടടുത്ത് എത്താറായിട്ടുണ്ട് അല്ലേ? അപ്പോൾ ഇനി ഉഷാറായിട്ട് പഠിക്കുക. അപ്പോൾ ഇതേപോലെ യൂസ്ഫുൾ വീഡിയോസ് ആയിട്ട് മിസ് ഇനിയും വരുന്നതായിരിക്കും. നിങ്ങളുടെ ഫ്രണ്ട്സിനൊക്കെ ഈ വീഡിയോ അയച്ചു കൊടുത്തോ. ഉത്തരം കമൻറ്റ് ചെയ്യാൻ മറക്കണ്ട. അപ്പോൾ മറ്റൊരു വീഡിയോയിൽ വീണ്ടും കാണാം. ടാറ്റാ ബൈ. താങ്ക് യു സോ മച്ച് ആൻഡ് ഓൾ ദി ബെസ്റ്റ്.